ഹലോ ഗായ്സ്, നമുക്ക് ഇന്നൊരു ഷിഫ്റ്റിങ്ങിന്റെ വീഡിയോ കണ്ടാലോ? ഷിഫ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തലവേദന പിടിച്ചൊരു പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ നമുക്കത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് തലവേദനയൊന്ന് കുറഞ്ഞിരിക്കും. അപ്പോൾ ഇതുപോലൊരു യു ഹോൾ ബുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. യു ഹോളിന്റെ ആ ഒരു വലിപ്പം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാറും ആ ഒരു ചെറിയ കാറിന്റെ അടുത്ത് കിടക്കുന്നത് കാണുമ്പോഴത്തേക്കും നമുക്ക് സൈസ് ഏകദേശം ഒന്ന് മനസ്സിലാവും. നമുക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം 1 മാസമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ആഴ്ച മുമ്പെങ്കിലും നമ്മൾ നേരത്തെ കൂട്ടി ഒന്ന് ബുക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യണം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു വലിപ്പം കണ്ടോ വണ്ടിയുടെ? ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും വലിയ വണ്ടി അവരുടെ. ഈ വണ്ടി എടുത്തതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഞാൻ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഏതോ ഒരു ഫ്രണ്ട് വഴി കിട്ടിയ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്കൊരു വണ്ടിയെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരുന്നു. ഇത്രയും വലിയ വണ്ടിയൊന്നും അല്ല. ചെറിയൊരു വണ്ടിയും അത് ഓടിക്കാനായിട്ട് ആളിനെയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ പോകുന്നതിന് ഒരു ദിവസം മുമ്പ് ആ ഒരു പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു, "ആ വണ്ടി അറേഞ്ച് ചെയ്തത് കിട്ടത്തില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും രീതിയിൽ വണ്ടി അറേഞ്ച് ചെയ്യണമെന്ന്" പറഞ്ഞു. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഹോം ഡിപ്പോയിലും യു ഹോളിലും എല്ലാം നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ വണ്ടികളൊന്നും അവൈലബിൾ അല്ല. കാരണം ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ ഇനി. പിന്നെ പറഞ്ഞൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂ ബ്രൻസ്വിക്കിൽ എന്തോ പോയിട്ടുള്ളൊരു വണ്ടി കറക്റ്റ് ടൈമിൽ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ വണ്ടിയുടെ കാര്യവും ഒന്നും നടന്നില്ല. പക്ഷേ വേറെ ഏതോ ഒരു വണ്ടി സമയത്തിന് വന്നത് കൊണ്ട് അവർ തിരിച്ച് വിളിച്ചു. പക്ഷേ അത് നമ്മൾ പറഞ്ഞ സൈസ് അല്ല, ഇത്രയും വലിയൊരു വണ്ടിയായിരുന്നു. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് എടുത്തു. അപ്പോൾ നേരത്തെ വണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞ പുള്ളി തന്നെ ഇത് ഡ്രൈവ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ 1½ മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വേണം ഈ വണ്ടി പോയി എടുക്കാനായിട്ട്. ശരിക്കും നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്തൊന്നും വണ്ടികളില്ല. അപ്പോൾ അത്രയും ദൂരെ പോയി വേണം നമ്മളിത് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ കിട്ടിയത് ഇത്രയും വലിയ വണ്ടി, ഇത്രയും ദൂരെ പോയി വണ്ടി എടുത്തുകൊണ്ടും വരണം. അപ്പോൾ ഇനി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ സിഡ്നിയിൽ നിന്ന് ഡാർമൂത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. ഈ ഒരു ഷിഫ്റ്റിലെ എൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫുള്ള് പാക്കിംഗ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു സർജറി കഴിഞ്ഞിട്ട് 4, 5 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് അകത്ത് ഇരുന്ന് എല്ലാ സാധനങ്ങളും പെട്ടിയിലും കാർഡ്ബോർഡ് ബോക്സിലും ഒക്കെ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇങ്ങനെ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പാക്കിങ്ങിന്റെ കാര്യം ശ്രദ്ധിക്കുമ്പോഴും കിച്ചണിൽ ഡെയിലി യൂസ് ചെയ്യാത്ത കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ നേരത്തെ കൂട്ടി പാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. അതുപോലെ ഡ്രസ്സും നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ഡ്രസ്സുകളെല്ലാം പെട്ടിയിലും നമ്മൾ എവിടെയാണോ എടുത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ടിരിക്കും. അങ്ങനെ 2022 കാനഡയിൽ എത്തിയിട്ട് ഇതിപ്പോൾ 4ാമത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽ കണ്ണാടി.